ఎంతరో మహాను బావులు ఎంతరో మహాను బావులు అంతరికి వందనములు ఎంతరో మహాను బావులు అంతరికి వందనములు ఎంతరో మహాను బావులు. ഈ സാധനമല്ലോ കുറച്ച് നേരം കേട്ട് കഴിയുമ്പം ഭ്രാന്തായി പോകുന്ന നമ്മൾ നിർത്തൂലേ, അതിനപ്പുറത്തോട്ട് പോവാന്നുള്ളതാണ് ആ പോക്ക് അവിടെയാണെന്ന് തോന്നുന്നു. അതിനപ്പുറത്തോട്ട് പോയി നോക്കുക എന്നുള്ളതാണ്. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ഗൗരി വരുമ്പോൾ ഇങ്ങനെ അല്ല പ്രതീക്ഷ, ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരാൾ വന്ന് എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്നുള്ള ഒരു മൈൻഡോട് കൂടിയിട്ടായിരുന്നേ. പക്ഷേ ഓക്കെ, അടിപൊളിയാണ്. നിങ്ങൾ കുറച്ച് പേടിപ്പിച്ചിട്ടേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അത് കുഴപ്പമില്ല, കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും. എനിക്കൊന്നിൻ്റെ മുകളിൽ കൺട്രോള് ഉണ്ടായിരുന്നില്ല, ഇപ്പോഴും ഇല്ല, ഇനി അങ്ങോട്ടും ഉണ്ടാവാൻ പോകുന്നില്ല. ഒരു ഫ്ലോ ആയിട്ടേ കാണുന്നുള്ളൂ. അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ഇത് ചെയ്യണം, ഇത് സംഭവിച്ചിട്ട് ഇത് സംഭവിക്കണം, അങ്ങനെ ഒന്നുമില്ല. ഒരു ഫ്ലോ ഇങ്ങനെ പോകുന്നുണ്ട്, അതിൽ കൂടെ നമ്മളിങ്ങനെ പോകുന്നത്. ഓക്കെ, അവിടെ റോഷൻ ആൻഡ്രൂ സാറായിരുന്നു ഉണ്ടായിരുന്നത്. അതിനകത്ത് ഏറ്റവും വിഷമകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ പാട്ട് സിനിമയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഒത്തിരി വേദനിപ്പിച്ചോ? കോട്ടൺ, നല്ല വായു കയറുന്ന തുണി, മൂടി പുതച്ചല്ലാത്ത നല്ല വായു സഞ്ചാരമുള്ള തുണി. എവിടെ കട്ട് ചെയ്യണം, എവിടെ കൂട്ടണം, കുറയ്ക്കണം എന്നുള്ളത് ഡിപ്പെൻസ്. പക്ഷേ നല്ല വായു സഞ്ചാരമുള്ള തുണി. ഓക്കെ. ഹായ്, ഹലോ, നമസ്കാരം. ഒരു 13 വയസ്സുകാരി ഒരു കല്യാണം കൂടാൻ പോയി. ആ കല്യാണത്തിൽ ഒരു നമുക്കറിയാം പൊതുവെ കല്യാണ വീടുകളിൽ ചെല്ലുമ്പോൾ കുട്ടികളെയൊക്കെ പാട്ട് പഠിപ്പിക്കുന്നത് ഇപ്പോഴും സഹജമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ആ ഒരു പാട്ടുപാടൽ ഇന്ന് ഇൻഡസ്ട്രിയിൽ തന്നെ ഹിറ്റായിട്ടുള്ള ഒരു സിംഗറായിട്ട് അല്ലെങ്കിൽ കമ്പോസറാക്കി മാറ്റിയിരിക്കുകയാണ്. അത് മറ്റാരുമല്ല, ഗൗരി ലക്ഷ്മിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമസ്കാരം. അതെ, ഞാൻ പറഞ്ഞു വന്നത് 13ാമത്തെ വയസ്സിൽ ഒരു കല്യാണ വീട്ടിൽ പാട്ട് പാടാൻ പോയ ഒരു എക്സ്പീരിയൻസ്. കല്യാണ വീട്ടിൽ പാട്ട് പാടാൻ വേണ്ടി പോയതല്ല, ഗ്യാതറിങ്. ഓക്കെ. അപ്പം ആ ഒരു ഗ്യാതറിങ് ആണ് ഇന്ന് ഇവിടം വരെ എത്തിച്ചിരിക്കുന്നത്. എങ്ങനെ കാണുന്നു ഈ ഒരു യാത്രേനെ? എനിക്കൊന്നിൻ്റെ മുകളിൽ കൺട്രോള് ഉണ്ടായിരുന്നില്ല, ഇപ്പോഴും ഇല്ല, ഇനി അങ്ങോട്ടും ഉണ്ടാവാൻ പോകുന്നില്ല. ഒരു ഫ്ലോ ആയിട്ടേ കാണുന്നുള്ളൂ. അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ഇത് ചെയ്യണം, ഇത് സംഭവിച്ചിട്ട് ഇത് സംഭവിക്കണം, അങ്ങനെ ഒന്നുമില്ല. ഒരു ഫ്ലോ ഇങ്ങനെ പോകുന്നുണ്ട്, അതിൻ്റെ കൂടെ നമ്മളിങ്ങനെ പോകുന്നത്. ഓക്കെ, അവിടെ റോഷൻ ആൻഡ്രൂ സാറായിരുന്നു ഉണ്ടായിരുന്നത്. അതിനകത്ത് ഏറ്റവും വിഷമകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ പാട്ട് സിനിമയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഒത്തിരി വേദനിപ്പിച്ചോ? അത് 13-14 വയസ്സിലാണ് പാട്ട് സെലക്ട് ആവുന്നത്. 13 വയസ്സിലാണ് പാട്ട് സെലക്ട് ആവുന്നത്. പിന്നെ സിനിമ ജനറലി ഭയങ്കര ലാഗ് വന്നൊരു പടമാണ്. കുറേ നാൾ കഴിഞ്ഞാണ് കോളേജിൽ പഠിക്കുമ്പോൾ റിലീസ് ചെയ്യണം. അത് ഒരു 4 വർഷമെങ്കിലും ഡിലേ കഴിഞ്ഞാണ് പടം പുറത്തു വരുന്നത്. പക്ഷെ ഇപ്പം നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ആളുകൾ ആകപ്പാടെ ഓർത്തിരിക്കുന്ന ആ പാട്ടാണ് എനിക്ക് തോന്നാറുണ്ട്. കാരണം ഞാൻ പലതവണ ആ പാട്ട് പോസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ പല സ്ഥലത്ത് സംസാരിക്കുമ്പോഴും എല്ലാം വരുന്നത് ആ പടത്തിൽ ഈ പാട്ട് മാത്രമേ നമുക്ക് ഓർമ്മയുള്ളൂ, വേറെ ഓർമ്മയില്ല എന്നിപ്പം അന്നൊരുപാട് വിഷമിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രയും വർഷം കഴിഞ്ഞിട്ടും സിനിമ മറന്നാലും ഇല്ലെങ്കിലും പാട്ട് ഇപ്പോഴും ഓർത്തിരിക്കുന്നു എന്നുള്ളൊരു സാധനം ഭയങ്കര സന്തോഷം. അന്ന് കിട്ടാത്ത ആ പാട്ടിന് കിട്ടാത്ത അറ്റൻഷൻ മേ ബി ഇപ്പം ഭയങ്കരമായിട്ട് കിട്ടുന്നുണ്ട്. ഒരുപാട് ടാഗുകളും ഇതൊക്കെ വരുന്നുണ്ട്. അപ്പം ഒരു റീൽ ഇപ്പോൾ ഇട്ടപ്പോൾ തന്നെ ഭയങ്കര റീച്ചായിരുന്നു ആ പാട്ട് പാടിയിട്ട്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ അതിൻ്റെ സമയപ്പോഴേക്കും അത് ആളുകൾ കേട്ടു എന്നുള്ള. ഓക്കെ, അതിൽ നിന്നൊക്കെ വീണ്ടും ഗൗരിലക്ഷ്മി ഇങ്ങോട്ട് യാത്ര ചെയ്യുമ്പോൾ ആളെ ഒന്ന് വ്യത്യസ്തമാക്കുന്നത് ആളുടെ കോസ്റ്റ്യൂംസ്, ഹെയർ സ്റ്റൈല്, അങ്ങനെയൊക്കെയുള്ള ഒരു ചേഞ്ചസാണ്. എനിക്ക് തോന്നുന്നു ഒരു ഗായിക അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്യുന്ന ഒരാൾ ഇങ്ങനെ ഒരു ചലഞ്ച് ധൈര്യത്തിൽ എടുക്കുമെന്ന് തോന്നുന്നില്ല. എന്തായിരുന്നു അതിൻ്റെ പിന്നിലുള്ള ഒരു ധൈര്യം? എന്തായിരുന്നു? ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നും ഞാൻ ചെയ്യുന്നില്ല, ഇതൊരു മൊത്തം ഒരു ഫ്ലോ ആണ്. നമുക്ക് എപ്പോഴേക്കോ തോന്നും നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടെന്ന്. പക്ഷേ ഇങ്ങനെ ജനറലി എനിക്ക് മനസ്സിലായ കാര്യം, നമ്മളാരും ഒന്നും ചെയ്യുന്നില്ല. നമ്മളായിട്ട് ഡിസൈഡ് ചെയ്ത് നമ്മളൊന്നും ചെയ്യുന്നൊന്നുമില്ല. ആ ഫ്ലോ നമ്മളിങ്ങനെ പോകുന്നു. വി മൈറ്റ് ഹാവ് ചില സ്ഥലത്ത് നമ്മൾ ബലം പിടിക്കുമ്പോഴേക്കും ഒന്നോടെ ആഞ്ഞൊരു പുഷ് കിട്ടും. നമ്മൾ വീൽ ജസ്റ്റ് കണ്ടിന്യൂ ഗോയിങ് ഇൻ ദ ഫ്ലോ. അപ്പം ഈ പറഞ്ഞ പോലെ കോസ്റ്റ്യൂം ഇങ്ങനെ, മുടി ഇങ്ങനെ, അല്ലെങ്കിൽ ഇന്ന പാട്ട് സെലക്ട് ചെയ്തു, ഇങ്ങനെ പാടി,
അതൊന്നും ഞാനായിട്ട് പ്ലാൻ ചെയ്ത് ഒരു ഡിസൈഡ് ചെയ്ത് ഉണ്ടാക്കിയെടുത്ത ഒരു സ്ട്രാറ്റജി ഒന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇറ്റ്സ് ഓൾ ജസ്റ്റ് എ ഫ്ലോ. ഞാൻ ഫ്ലോ റെസിസ്റ്റ് ചെയ്യുന്നില്ല. അതാണ് സംഭവം. എനിക്കങ്ങനെ ഒരു കാര്യം ചെയ്യണം എന്നിങ്ങനെ തലയിലൊരു മെസ്സേജോ എന്തോ വരുമ്പോഴേക്കും അറിയില്ല അങ്ങനെ ചെയ്താൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാവും, അങ്ങനെ പ്രശ്നം ഉണ്ടാവും, അവരെന്ത് വിചാരിക്കും, ഇങ്ങനെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ്, ഇങ്ങനെ ചില വർക്കൗട്ട് അവൾ ഇങ്ങനെ ചെയ്താൽ പ്രശ്നം, അങ്ങനെയുള്ള ചിന്തകളിലോട്ട് പോകാൻ നിൽക്കാറില്ല. തലയിലൊരു സാധനം വരുമ്പോൾ ശരി ചെയ്യാം. നമ്മളെപ്പോഴും ട്രെൻഡിനൊപ്പം യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ട്രെൻഡ് നോക്കി തന്നെ പോകുന്ന ആൾക്കാരാണ്. ഇപ്പം ഒരു ഗായിക, ഇത്രയും പബ്ലിക്കിൽ നിൽക്കുന്ന ഗായിക ട്രെൻഡിനൊപ്പം യാത്ര ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ എങ്ങനെ സാധിക്കുന്നു? ഞാനൊരു ഗായിക മാത്രമല്ല എന്നുള്ളതാണ്. ഗായിക എന്നുള്ളത് എൻ്റെ ഒരു തൊഴിൽ മാത്രമാണ്, എൻ്റെ ഉപജീവന മാർഗ്ഗമാണ്. ഗായിക എന്ന് പറയുന്നത് എനിക്ക് ജീവിക്കാനുള്ള കാര്യം തരുന്നത് പാട്ട് പാടുമ്പോഴാണ്. പക്ഷെ ഞാനത് മാത്രമല്ല, അതല്ലാതെയും വേറെ എന്തൊക്കെയോ ആണ്. അതെന്തൊക്കെയാണെന്ന് നമ്മളിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കും. പക്ഷെ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ അനാവശ്യ ഇമ്പോർട്ടൻസ് കൊടുക്കൂല. നമ്മൾ ചെയ്യുന്ന ജോലിക്ക് ഞാൻ ജനറലി പറയുന്ന ആളുകൾ തൊഴിലിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എനിക്ക് തോന്നാറുണ്ട്. റീസെൻ്റ്ലി ഞാൻ ജിമ്മിൽ പോണ സമയത്ത് ഒരു പയ്യൻ കുറേ ട്രെയിനർ, ഇപ്പം ആ പയ്യൻ അവിടെ ഇല്ല, ദർ വാസ് എ ട്രെയിനർ. പുള്ളി എന്നോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുകയാണ്. അപ്പം ഇങ്ങനെ ചെയ്തുകൂടെ, ഇങ്ങനെ ചെയ്തുകൂടെ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ, അപ്പം ഈ ഒരു പൊസിഷനിൽ എത്താൻ വേണ്ടി കഷ്ടപ്പെടുന്ന കുറേ ആളുകളില്ലേ, അപ്പോൾ ഇത് കിട്ടിക്കഴിയുമ്പോഴേക്കും ഇതിനെ കുറച്ചുകൂടെ ഇങ്ങനെ എന്തൊക്കെയോ അവൻ അറിയാൻ നോക്കുകയാണ്, എന്താണ് ഈ ജോലി എന്നൊക്കെ അറിയാൻ നോക്കുകയാണ്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ള അവൻ്റെ ആ സംസാരത്തിന് എനിക്ക് തോന്നിയത് അവൻ്റെ ജോലിക്ക് ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കണം. പക്ഷേ അത് മാത്രം ആവരുത് നിങ്ങൾ. വൺ പേഴ്സൺ ഷുഡിൻ ബി ദെയർ ജോബ്. അതിൻ്റെ അപ്പുറത്തോട്ട് നമ്മൾ കുറേ സാധനങ്ങളാണ്. ആ ഒരു പോസിബിലിറ്റി ഓപ്പൺ ചെയ്ത് വെച്ചാൽ മാത്രമേ ശരിക്കും ആ നമ്മുടെ ഫുൾ പൊട്ടൻഷ്യലോട്ട് നമുക്ക് എത്താൻ പറ്റുള്ളൂ എനിക്ക് തോന്നാറ്. അല്ലെങ്കിൽ നമ്മൾ അതായിട്ട് ചുരുങ്ങിപ്പോവും. അത് മാത്രം ഈ പറഞ്ഞ പോലെ ചുറ്റുള്ളവർ എന്താ ചെയ്യണോ, ഇത് ചെയ്യുമ്പോഴാണോ ഇപ്പം വർക്കൗട്ട് ആണെങ്കിൽ പിന്നെ അത് ചെയ്ത് നോക്കാം, ഇത് ചെയ്യുമ്പോഴാണോ അന്ന് ആ സാധനം പോകും. പക്ഷേ എനിക്ക് തോന്നുന്നത് വി ഷുഡ് ബി ഓൾവേസ് ഓപ്പൺ. ഇതിനും അപ്പുറത്തേക്ക് പലതും ഉണ്ടായേക്കാം, ഇത് മാത്രമല്ല അതുണ്ടായേക്കാം, ഇതുണ്ടായേക്കാം, അതിങ്ങോട്ട് മിക്സ് ആയേക്കാം, ഇതങ്ങോട്ട് മിക്സ് ആയേക്കാം. അപ്പോൾ ഇന്ന് ആ ഒരു ഓപ്പൺ ടു പോസിബിലിറ്റീസ് ആയതുകൊണ്ടായിരിക്കാം ഞാനങ്ങനെ പുറകെ പോക്ക് അധികം ഇല്ലാത്തത്. ഇപ്പോഴത്തെ കാലത്ത് എങ്ങനെ ഒരു 2026 തന്നെ സംസാരിക്കാം നമുക്ക്. ഒരു പെൺകുട്ടി മുട്ടയടിച്ചാൽ അല്ലെങ്കിൽ ടാറ്റു അടിച്ചാൽ, ആ പെണ്ണാണേലും ആണാണേലും ഇവള് കഞ്ചാവാണ് അല്ലെങ്കിൽ ഡ്രഗ്സാണ്, അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ നോക്കുമ്പോൾ ദേഹം നിറച്ചും ടാറ്റു. പ്രസൻറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും സ്വന്തം ഇഷ്ടത്തിനൊത്തുള്ളൊരു ഡ്രസ്സ് ഇടുന്നു. ഇന്ന ഒക്കേഷൻ ഒന്നും നോക്കാറില്ല. അപ്പം ആളുകൾ എന്തും പറഞ്ഞാലും ഐ ഡോണ്ട് കെയർ എന്നുള്ളൊരു മൈൻഡ് അത് മാറില്ല ഇനി ഒരിക്കലും. ചെയ്യണ കാര്യത്തിൽ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ, കൺവിക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ബാക്കിയുള്ളവർ പറയുന്നതോ ചെയ്തിപ്പം എന്തുകൊണ്ടാണ് ഞാൻ മുട്ടയടിച്ചെങ്കിൽ ഞാൻ പഴനിയിൽ പോയിട്ടാണ് മുട്ടയടിച്ചത്. അപ്പോൾ അത് പറയുമ്പോഴേക്കും മറ്റേ ഇത് ഫുൾ MDMA, മറ്റേ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി മുട്ടയടിക്കുന്നതാണ്. ഞാൻ പഴനി പോയിട്ട് എനിക്ക് നേർച്ചയുണ്ടായിരുന്നു അവിടെ പോയിട്ട് മുട്ടയടിക്കാമെന്ന്. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പണ്ട് വീട്ടിൽ നിന്ന് കൊണ്ട് മുട്ടയടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അല്ലാണ്ട് അഡൾട്ട് ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ മുട്ടയടിക്കുന്നത്. ഞാനങ്ങനെ ഭയങ്കര എന്തെങ്കിലും ഞാൻ മുട്ടയടിച്ച് മറ്റേ ഭയങ്കര മുട്ടയുടെ ഫ്രീഡം അനുഭവിച്ചേക്കാം, അങ്ങനെയൊന്നും അല്ല. അങ്ങനെ ചെയ്യുന്നവരുണ്ടാവാം, അവിടെ കാരണങ്ങളുണ്ട്. പക്ഷേ ഞാൻ മുട്ടയടിച്ചത് ഞാനും മുരുകനും തമ്മിലുള്ള പരിപാടിയാണ്. അപ്പം അതെന്താണെന്ന് എനിക്ക് എന്തുകൊണ്ടാണ് ഞാനത് ചെയ്യാൻ തീരുമാനിച്ചത്, എന്തുകൊണ്ടാണ് അവിടെ പോയിട്ട് ഞാൻ മുട്ടയടിക്കാൻ തീരുമാനിച്ചത്, ഞാൻ ഏത് സിറ്റുവേഷൻ അപ്പോൾ അത് ചെയ്തത്, ഇതിനെല്ലാം എനിക്ക് നല്ല ക്ലാരിറ്റി ഉണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ ഒരു പെർട്ടിക്കുലർ ടാറ്റു അടിക്കുന്നത്, എല്ലാത്തിനും എനിക്ക് ക്ലാരിറ്റി ഉണ്ട്. ചിലപ്പോൾ ചെറിയ കാരണമാവാം, ചിലപ്പം ഭയങ്കര വലിയ കാര്യങ്ങളാവാം. ആ ക്ലാരിറ്റിയും കൺവിക്ഷനും ആണ് ബാക്കിയുള്ളവരെന്ത് ചിന്തിക്കുന്നു എന്നുള്ള വറീനേക്കാളും എനിക്ക് വലുത്. എനിക്കത് മതി. ആൻഡ് ഇത്രയും നാൾ അങ്ങനെ പോയത് കൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഈ പ്രശ്നം എന്ന് പറയുന്നത് പുറത്തുനിന്ന് വരുന്ന ബാക്ക്ലാഷുകളൊന്നും അല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ഇങ്ങനെ ചെയ്തത് കൊണ്ട് മാസമായിട്ട് തെറിവിളി കേൾക്കുന്നു, അതൊന്നും അല്ല ഞാൻ പറയുന്നത്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ റിയലിസ്റ്റിക് ആയിട്ട് ഐ ഡോണ്ട് തിങ്ക് അങ്ങനെ എനിക്ക് എൻ്റെ തീരുമാനങ്ങൾ എടുത്തത് കൊണ്ട് ഭയങ്കരമായിട്ടുള്ള ജീവിതം തകർന്നു പോയി എനിക്ക് തോന്നുന്നില്ല. ഐ കൺസിഡർ ദിസ് ആസ് എ ജേർണി. ആൻഡ് ഈ ജേർണി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ചില തീരുമാനങ്ങൾ വേദനിപ്പിക്കും, ചില തീരുമാനങ്ങൾ നല്ലത് കൊണ്ടുത്തരും. ആൻഡ് ഇറ്റ് ജസ്റ്റ് കീപ്പ് ഓൺ ഗോയിങ്. ഒന്നും നമ്മളെ മറ്റൊന്നിലേക്ക് എത്തിക്കും, അത്രേ ഉള്ളൂ. ഓക്കെ. ഇതിൻ്റെ പിന്നിലൊക്കെയും പേരൻസിൻ്റെ ഒരു വലിയ സപ്പോർട്ട് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഇപ്പോൾ ആലപ്പുഴ പോലുള്ളൊരു നാട്ടുംപുറം എന്ന് പറയാം. അപ്പോൾ അവിടെ മകളെ പറ്റി ഇങ്ങനെ എന്താ മകളിങ്ങനെ എന്ന് തീർച്ചയായിട്ടും ചോദിച്ചിട്ടുണ്ടാവും പേരൻസ്. അപ്പോൾ പേരൻസിൻ്റെ സൈഡിൽ നിന്ന് എപ്പോഴെങ്കിലും ഒരു ചോദ്യം ഉണ്ടായിട്ടുണ്ടോ?
അപ്പം എന്താ പറഞ്ഞു, ഞാൻ മാറൂല എന്ന് പറഞ്ഞു? അല്ലാതെ പറഞ്ഞത് ഇത് പ്രശ്നം എന്താ അറിയോ, പേരൻസ് പറഞ്ഞാൽ വേറെ രണ്ട് മനുഷ്യന്മാർ, നമ്മൾ വേറൊരു മനുഷ്യനാണ്. ഇത് ഇങ്ങനെ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ, അതായത് രക്ഷാകർത്താവ് എന്നാണല്ലോ പറയാ. രക്ഷാകർത്താവ് എന്ന് പറഞ്ഞാൽ രക്ഷിക്കുന്ന ആൾ, എന്തെന്ന് രക്ഷിക്കുന്ന ആൾ. രക്ഷാകർത്താവ് എന്ന് പറഞ്ഞാൽ രക്ഷിതാവ്. രക്ഷാന്ന് പറഞ്ഞാൽ നമ്മളെ ജീവിതത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ തന്ന്, ഷെൽട്ടർ, ഫുഡ്, ഈ പറഞ്ഞ പോലെ എഡ്യൂക്കേഷൻ, അങ്ങനെ ഓരോ കാലഘട്ടം കഴിയുന്നവർ ഇതിൻ്റെ എണ്ണം കൂടുകയും കുറയുകയും ചെയ്യും. ആ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്ന് നമ്മളെ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സ്ഥലത്തോട്ട് എത്തിക്കുക. അതിനങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഒരു റെസ്പെക്റ്റ് ഉണ്ടായിരിക്കാം, അവിടെ സ്നേഹം ഉണ്ടായിരിക്കാം, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നതൊക്കെ ഉണ്ടാവാം. ഇങ്ങനെയുള്ള ഒരു ബന്ധമാണ് രക്ഷിതാവും കുട്ടികളും തമ്മിലുള്ള. ഇത് ചിലപ്പം അവർ മറക്കും, ചിലപ്പം നമ്മൾ മറക്കും. അപ്പോഴാണ് ഫ്രിക്ഷൻ ഉണ്ടാവുക. മക്കൾ ഇപ്പം പാരൻസിൻ്റെ ചില ബിഹേവിയേഴ്സ്, ഞാൻ അഡൽട്ടായി കഴിഞ്ഞുള്ള കാര്യമാണ്, കുട്ടിയായിരിക്കും നമ്മൾ അഡൽട്ടായി കഴിയുമ്പോൾ പാരൻസിൻ്റെ ചില ബിഹേവിയർ നമുക്ക് സെറ്റാവില്ല, ഒക്കെ പ്രശ്നം ഉണ്ടാവും. പ്രശ്നം ഉണ്ടാവേണ്ട കാര്യം ഇല്ലാത്തതായിരിക്കാം ചിലപ്പോൾ അത്, കാരണം അവർ വേറെ രണ്ട് മനുഷ്യരാണ്, അവർക്ക് വേറെ ഹിസ്റ്ററിയാണുള്ളത്. അതേപോലെ തന്നെ അഡൽട്ടായിട്ടുള്ള മക്കളുടെ പല പെരുമാറ്റങ്ങളും മാതാപിതാക്കൾക്ക് എപ്പോഴും ഇഷ്ടപ്പെടണമെന്നില്ല, ഫ്രിക്ഷൻ ഉണ്ടാവും. അത് അവരിത് മറന്നു പോകുമ്പോഴാണ്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ നമ്മൾ ഏതെങ്കിലും ഒരു കൂട്ടർ ഓർക്കുക, അതങ്ങനെയല്ല, ഇത് വേറെ ഹ്യൂമൻ ബീങ്സ് ആണ്, അവരവരുടെ ജേണിയാണ്, അഴപ്പാടി ഇത്തിരി വർഷമുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മളിങ്ങനെ വന്നിട്ട് ഈ ഒരു സാധനം വെച്ച് നമ്മൾ ബന്ധത്തിലുണ്ട്, ഇത് കഴിയുന്നു, നമ്മൾ വീണ്ടും പിരിഞ്ഞു പോകണം. അപ്പം ഫ്രിക്ഷൻ ഉണ്ടാവും, ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് നല്ല ഉറപ്പുള്ള കാര്യമാണെങ്കിൽ നമ്മളെല്ലാം ഉറച്ചു നിൽക്കും. ഇതിപ്പം വളരെ ബഹുമാനപൂർവ്വം നമ്മൾ കാര്യം പറയും, ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പം എൻ്റെ വീട്ടിൽ സംഭവിച്ചെനിക്ക് തോന്നുന്നത് ദേ വിൽ ജസ്റ്റ് മൂവ് ഓൺ. ഇതിങ്ങനെയാണ് ശരി, എൻ്റെ അവർ വിടും. വിടാത്ത വീടുകൾ ഉണ്ടാവാം, കൂടുതൽ കോംപ്ലിക്കേഷൻ ആവുന്ന സ്ഥലങ്ങളുണ്ടാവാം. പക്ഷെ എനിക്ക് തോന്നുന്നു അവർ ആഫ്റ്റർ എ പോയിന്റ് ഐ തിങ്ക് ദേ വിൽ ജസ്റ്റ് ലീവ്. ഓക്കെ, ഇതിപ്പം ഇത്ര ഇങ്ങനെയാണ്, ഇതിപ്പം മാറില്ല എന്ന് വരുമ്പോൾ അവർ വിടും, അവരവരുടെ കാര്യങ്ങളായിട്ട് പോകും, ഞാൻ എൻ്റെ കാര്യങ്ങളായിട്ട് പോകും. എനിക്ക് ആ ഒരു തിരിച്ചറിവ് നമ്മളൊന്ന് പിടിച്ച് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ലാണ്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഇങ്ങനെ പറയുമ്പം ഒരു ഫാൻ ബോയ് ആയിട്ടുള്ള ഒരാൾ ലൈഫിലേക്ക് വന്നു, പാട്ട് കേട്ട് ഇഷ്ടത്തോടെ വന്ന ഒരു വ്യക്തിയാണ്. അപ്പം ആളുടെ സപ്പോർട്ട് എങ്ങനെയാണ്? ഞാൻ ഒരു സെലിബ്രിറ്റി കല്യാണം ഞാൻ അവിടെ കണ്ടില്ല. വളരെ നമ്മൾ അറിഞ്ഞു, കുറേ കാലം കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു അറിയുന്ന സോഷ്യൽ മീഡിയയിൽ കല്യാണം കഴിച്ചു അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞു എന്നുള്ളത്. അപ്പം ആഘോഷങ്ങളില്ലാത്തൊരു പാർട്ട്ണറെ ലൈഫിലേക്ക് കൊണ്ടുവന്നു. എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു സപ്പോർട്ട്? നമ്മൾ 24 വയസ്സ്, എനിക്കും ഗണേശനോട് 24 വയസ്സായിരുന്നു, അപ്പോഴേ കല്യാണം കഴിച്ചാണ്. മോസ്റ്റ്ലി ഇപ്പോൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള സമയങ്ങളാണ് കൂടുതലുള്ളത്. എൻ്റെ ഡ്രമ്മറാണ്, അപ്പം ഒരുപാട് പാട്ടുകൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പം റൈറ്റ് നൗ എല്ലാ പാട്ടുകളുടെയും പ്രൊഡക്ഷൻ, പ്രോഗ്രാമിംഗ് എല്ലാം ഗണേശനാണ് ചെയ്യുന്നത്. അതങ്ങനെ തന്നെ അതൊരു അഡ്ജസ്റ്റ്മെന്റിൽ ഇങ്ങനെ. ഓക്കെ, പേരൻസിനെ പറ്റി സംസാരിച്ചപ്പോൾ ലക്ഷ്മി ഒരു പേരൻ്റായി കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ആയിരിക്കും? എൻ്റെ കുട്ടി ഇങ്ങനെ ആയിരിക്കണം എന്ന് അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണെന്നും തോന്നുന്നില്ല. എങ്കിലും എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു നോ പറയേണ്ടി വന്നാൽ അത് ചിലപ്പം എന്തിനായിരിക്കും? നോ പറയുന്നതല്ല, ബേസിക് വാല്യൂസ് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ നോ പറയാൻ വേണ്ടി നമ്മളങ്ങനെ റെഡി ആയിട്ടിരുന്നാൽ അങ്ങനെയല്ലല്ലോ അത് വർക്കാവുക. ബാക്കിയുള്ള മനുഷ്യന്മാരോട് സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പെരുമാറാൻ പഠിക്കുക, സഹജീവികളോടും. മനുഷ്യന്മാർ മാത്രമല്ല, ബേസിക് റെസ്പോൺസിബിലിറ്റീസ് പഠിപ്പിച്ചു കൊടുക്കുക. സ്വന്തം ശരീരത്തിനോടും മനസ്സിനോടും ബാക്കിയുള്ള മനുഷ്യരോട്, ബാക്കിയുള്ള ജീവികളോട്, ഭൂമിയോട്, പ്രകൃതിയോട് ഉള്ള ബേസിക് റെസ്പോൺസിബിലിറ്റീസും ഡ്യൂട്ടീസും പഠിപ്പിച്ചു കൊടുക്കുക. നല്ലൊരു മനുഷ്യനായിട്ട് വളരാൻ പഠിപ്പിക്കുക. അത്രയും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി അവരുടെ ചോയ്സാണ് എന്ത് ചെയ്യണമെന്നുള്ളത്. കാലഘട്ടം എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു പിടുത്തം വച്ചിട്ട്, കാരണം അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ എൻ്റെ ജീവിതം അങ്ങനെ നമ്മളൊരു സ്ട്രിക്റ്റ് ആയിട്ട് ഇങ്ങനെ ആയിരിക്കണം, ഒരു എക്സ്പെക്റ്റേഷൻസ് വെച്ചിട്ട് പിള്ളേരെ വളർത്തിയാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് നമ്മൾ ചുറ്റും കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും കുറേയൊക്കെ അത് ഒരു എക്സ്പെക്റ്റേഷൻസ് എന്ന് മാത്രം നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന നമ്മൾ അനുഭവിച്ചതാണ്. അപ്പം അത് വീണ്ടും റിപ്പീറ്റ് അടിക്കുക. നേരത്തെ പറഞ്ഞ രക്ഷിതാവാണല്ലോ, അപ്പം അതൊന്നും നമ്മൾ രക്ഷിച്ചാണ് അടുത്ത. ചിലപ്പം എനിക്ക് കിട്ടിയ കുറേ പ്രശ്നങ്ങളുണ്ടാവും, അതൊന്ന് രക്ഷിച്ചായിരിക്കണം ഞാൻ അത് തൊടാണ്ട് വേണം ഞാൻ എൻ്റെ അടുത്ത തലമുറയിലേക്ക് പോകുമ്പോഴേക്കും, ട്രാൻസ്ഫർ ചെയ്യുമ്പോഴേക്കും ചെയ്യാൻ നല്ല കാര്യങ്ങളും ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പഠിച്ച കാര്യങ്ങൾ ഒരിക്കലും ഞാൻ കൊടുക്കരുത്. അപ്പം ഞാൻ പഠിച്ച കാര്യം ഒരിക്കലും എക്സ്പെക്റ്റേഷൻസ് വെച്ചിട്ടും റൂൾ ബുക്ക് വെച്ചിട്ടും പിള്ളേരെ വളർത്താൻ ഇറങ്ങരുത്. ബേസിക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അത്രേ ഉള്ളൂ. നമ്മളിപ്പം ഭക്തിഗാനങ്ങളിലൊക്കെ കേട്ട് ഭജൻസിൻ്റെ കാലഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിന് മുമ്പ് നമുക്കൊരു പാട്ട് കേട്ട് പോവാം. ഏതാണ് വേണ്ടത്? ഇഷ്ടമുള്ള ഗാനം.
എനിക്കൊന്നും നോർമലി പാടാത്ത ഒരു പാട്ടുണ്ടാവില്ല, ഒരു ആ ജോണറിലല്ലാത്ത അങ്ങനെ എന്തെങ്കിലും. ഒന്ന് ഇപ്പം റീസെൻ്റ്ലി ഇപ്പം ഭക്തിന്ന് പറഞ്ഞുകൊണ്ടാണ് ന്യൂ ഏജ് ഭക്തിയിൽ വരവീണ ഒരു വേർഷൻ ചെയ്തായിരുന്നു. വരവീണ മൃദുപാണി വനരുഹലോചനുറാണി സുരുചിരവം പരവേണി സുരനുത കല്യാണി വരവീണ മൃദുപാണി വനരുഹലോചനുറാണി സുരുചിരവം പരവേണി സുരനുത കല്യാണി. ഈ ഭക്തിഗാനങ്ങളൊക്കെ റീമിക്സ് ചെയ്യുക അല്ലെങ്കിൽ വീണ്ടും ചെയ്യുന്ന സമയത്ത് ആളുകളിലേക്ക് എത്രത്തോളം എത്തും എന്നുള്ളൊരു ചിന്ത ഉണ്ടായിട്ടുണ്ട്. കാരണം സാധാരണ പാട്ടുകൾ റീമിക്സ് ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടെ ആൾക്കാരിൽ എത്തും, ആൾക്കാരെ ഏറ്റെടുക്കും എന്നുള്ളത്. ഭക്തിഗാനങ്ങൾ കുറച്ച് പാടാണ് ആളുകളിലേക്ക് എത്താൻ. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഇതെങ്ങനെ ആളുകൾ ഏറ്റെടുക്കും എന്ന്? ഈ ആളുകൾ എങ്ങനെ എടുക്കും എന്നുള്ള ചിന്തിച്ചിട്ട് ഞാൻ ഒരു പാട്ട് ഇറക്കിയിട്ടില്ല. ദാറ്റ് നെവർ വർക്ക്സ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഫസ്റ്റ് ഇൻഡിപെൻഡൻ്റ് ട്രാക്ക് ഇറക്കുന്ന തോണി എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു മിനിമം 10 വർഷമായിട്ടുണ്ട്. 10-11 വർഷം മുന്നെയാണ് തോണി ഇറക്കുന്നത്. ഇൻഡിപെൻഡൻ്റ് ട്രാക്കാണ്. ആ കാലത്ത് ഇൻസ്റ്റാഗ്രാമൊന്നും ഇല്ല, ജസ്റ്റ് തുടങ്ങിയതേ ഉള്ളൂ. നമ്മുടെ നാട്ടിലൊന്നും അധികം ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല. യൂട്യൂബ് ഉണ്ട്. അപ്പം അന്ന് അത് ചെയ്യുമ്പോഴും എനിക്ക് ഡ്രൈവായിട്ടുള്ളത് അത് ചെയ്യും, ആ ഒരു സാധനം ക്രിയേറ്റ് ചെയ്ത് വരുമ്പോൾ ഉള്ള അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് ആ പാട്ട് ചെയ്തത്. അത്ര ഞാൻ നോക്കുന്നുള്ളൂ. ഇത് സാധനം ഉണ്ടാക്കുമ്പം ഹൗ എക്സൈറ്റഡ് ആയാം, ഒരു കാര്യം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഹൗ എക്സൈറ്റഡ് ആയാം എന്ന് മാത്രമേ ചിന്തിക്കാറുള്ളൂ. ഭക്തി ഗാനങ്ങളും ഞാൻ 3 വയസ്സ് മുതൽ കർണാടക പഠിച്ച് എൻ്റെ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും കർണാട്ടിക് മ്യൂസിക്കിലാണ്. BA MA മ്യൂസിക്കാണ്. അപ്പം അവിടെ നിന്നൊക്കെ വന്ന വഴിക്ക് ഒരുപാട് ഗുരുക്കന്മാരുടെ അടുത്തുനിന്ന് പഠിച്ച ഒരുപാട് പീസസ് ഉണ്ട്, കേട്ട് പഠിച്ച കുറേ കാര്യങ്ങളുണ്ട്. അതെന്താണ് ഈ കർണാട്ടിക് കൃതികളുടെ പുതിയ വേർഷൻസ് ഉണ്ടാക്കുക, ഭക്തിഗാനങ്ങളുടെ പുതിയ വേർഷൻസ് ഉണ്ടാക്കുന്ന ആ വന്ന വഴിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കുറേ പാട്ടുകളുടെ നമ്മുടെ വേർഷൻ ഉണ്ടാക്കുക എന്നുള്ള ആഗ്രഹത്തിൽ നിന്ന് ചെയ്യുന്നതേ ഉള്ളൂ. അതിനങ്ങനെ ഈ പറഞ്ഞ പോലെ ആളുകൾ എങ്ങനെ എടുക്കും എന്നുള്ളത് ഒരു പോയിന്റ്. നമ്മളൊരു നമ്മുടെ കുഞ്ഞിനെ പോലെ കൊണ്ടുവരുന്ന സാധനം കൊടുക്കാണ് പുറത്തേക്ക്, കൊടുക്കല്ല. ഞാനത് ഞാനങ്ങനെ ഒരാളുടെ കയ്യിലോട്ട് കൊടുക്കല്ല. ഐ എം ജസ്റ്റ് ഷോയിങ് ഓക്കെ ഐ ക്രിയേറ്റഡ് ദിസ്. അത് ആസ്വദിക്കുന്നവരുണ്ടാവാം, അത് വെറുക്കുന്നവരുണ്ടാവാം, അത് അവരുടെ ചോയ്സാണ്. പക്ഷെ ഞാൻ വളരെ സന്തോഷത്തോടെ ഇഷ്ടത്തോടെയാണ് അത് ചെയ്തത്. ആൻഡ് ഐ തിങ്ക് അത്രയും മാറ്റർ ചെയ്യുന്നുള്ളൂ. ഇപ്പം നമ്മൾ ഭജൻസിൻ്റെ ഒക്കെ കാലഘട്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നന്ദഗോപൻ, അതുപോലെ തന്നെ ഗേൾസിൻ്റെ തന്നെ 1-2 ടീം, അങ്ങനെ കുറേ ടീംസൊക്കെ വരുന്നുണ്ട്. ഇത്തരം അതായത് പഴയ സാധനങ്ങളെ വീണ്ടും കൊണ്ടുവന്ന് ട്രെൻഡ് ആക്കിക്കൊണ്ട് ഇരിക്കുകയാണ് ഭജൻസിന്. അപ്പം ഇതൊക്കെ കാണാറുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതിനോട് ഗൗരിക്ക് താല്പര്യമുണ്ട് ഇത്തരം മ്യൂസിക്കിനോട്? എൻ്റെ താല്പര്യമല്ല, ഓരോ ആളുകളുടെ എക്സ്പ്രഷൻ ഓഫ് ആർട്ടാണ്. അത് ഓരോരുത്തരും അവരവരുടെ രീതിയിൽ എക്സ്പ്രസ് ചെയ്യുന്നത്, അവരുടെ മാത്രം ഇൻഡിവിജ്വൽ സാധനമാണത്. അപ്പോൾ അത് അവർക്ക് വർക്കാവുന്ന അവർ ചെയ്യുന്നു. മേ ബി അവർക്ക് പേഴ്സണലി വർക്കാവുന്നതാവാം, മോണിറ്ററിലി വർക്കാവുന്നതാകാം, ഒരു ജോലി എന്നുള്ള രീതിയിൽ അവരെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കാം, സ്പിരിച്വലി ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കാം. ആസ് ലോങ് ആസ് ഇറ്റ് സെർവിങ് ദം, ലെറ്റ് ദം ഡു ഇറ്റ്. അത് ചെയ്യണമെന്നോ ചെയ്യാൻ പാടില്ലെന്നോ പറയാൻ ഞാൻ എൻ്റെ കാര്യം മാത്രമേ പറയാൻ പാടുള്ളൂ. ഇപ്പം ന്യൂജൻ പിള്ളേരെല്ലാം ഭക്തി മാർഗത്തിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈ പാട്ടൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും. അപ്പം അതാണ് ഞാൻ ചോദിച്ചത്. അത് ഞാൻ പറയുന്നത് അതൊരു തിരിച്ചുവരവാണ്. ഈ പറഞ്ഞ പോലെ ഭക്തി എന്താണ് എനിക്ക് മനസ്സിലായ കാര്യം, നമ്മൾ പറയുമ്പം ന്യൂജൻ ഭയങ്കര എന്താ പറയുക, ഇതൊക്കെ മറന്നിട്ട് ഇത് നമ്മുടെ റൂട്ട്സ് ഒന്നും ഓർമ്മയില്ലാത്ത ഫുള്ള് തലതെറിച്ച ടീംസാന്നുള്ള രീതിയിലാണ് ഇവരെക്കുറിച്ച് സംസാരിക്കുക. പക്ഷെ ആക്ച്വലി ഏറ്റവും കൂടുതൽ സ്പിരിച്വാലിറ്റിനെ കുറിച്ചിട്ടും ഇവിടുത്തെ കൾച്ചറിനെ കുറിച്ചിട്ടും എന്തായിരുന്നു, നമ്മൾ എവിടുന്നാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ഡിസ്കഷൻസ് നടക്കുന്ന ഒരു സമയമാണിത്. അതുകൊണ്ട് തന്നെയാണ് പഴയ കാര്യങ്ങളെല്ലാം പുറത്തോട്ട് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്. ഭക്തിഗാനങ്ങളാണെങ്കിലും എനിക്ക് തോന്നുന്നില്ല ഒരു 90കളിലോ 80കളിലോ 70കളിലോ ഒക്കെ ജനിച്ച ആളുകൾ ഭക്തിഗാനം കേൾക്കുന്ന പോലെ അല്ല ഇപ്പോൾ ഉള്ള ആളുകൾ. ഇപ്പോൾ ഉള്ള കുട്ടികൾ ഭക്തിഗാനം അവർ കേൾക്കുന്നതിനേക്കാളും ഡെപ്തിൽ അവർ അന്വേഷിക്കും, കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകളാണ്.
ഒരുപാട് ചോദ്യങ്ങളുണ്ട് അവർക്ക്. ചോദ്യത്തിന് പുറകെ പോയാൽ ഉത്തരം കിട്ടും. ഇപ്പം ഞാൻ 10 വയസ്സുള്ളപ്പം എനിക്ക് ചോദ്യം ചോദിക്കാൻ പറ്റുന്നത് എൻ്റെ വീട്ടിൽ അമ്മയോടോ അച്ഛനോടോ അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ ആളുകളോടോ സ്കൂളിലോ ഒക്കെ ആണെങ്കിൽ ഇപ്പം ഒരു ചോദ്യം നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ 4 സൈഡിൽ നിന്ന് ഉത്തരം കിട്ടാനുള്ള സ്കോപ്പ് ഉണ്ട്. ഇപ്പോൾ കൂടുതൽ ഉത്തരങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ട്. ഉത്തരം കിട്ടുന്നവർ കൂടുതൽ ആഴത്തിൽ പോകും. അതൊരു വളരെ നല്ല കാര്യമാണ്. അപ്പം അത് ഒരു റിവൈവലാണ്. ഇപ്പം നമ്മൾ മറന്നുപോയ കുറേ കാര്യങ്ങൾ തിരിച്ചതിലോട്ട് വരുന്നത്, അത് ആക്ച്വൽ മീനിങ്ങിൽ ശരിക്കും അതെന്താന്നുള്ള റിയലായിട്ട് അറിഞ്ഞുകൊണ്ട് ഉള്ള തിരിച്ചറിവിൻ്റെ ഭാഗം മാത്രമാണ് ഈ മുന്നത്തെ റിലീജിയസ് ആയിട്ടുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള മ്യൂസിക് ഇപ്പോൾ തിരിച്ചു വരുന്നത്. മ്യൂസിക് മാത്രമല്ല തിരിച്ചു വരുന്നത്. ബിയർ ബൈസെപ്സ് പോലുള്ള വലിയ ഷോസിൽ പുള്ളി ഫുൾ ഓൺ 90% ഫോക്കസ് കൊടുക്കുന്ന സ്പിരിച്വാലിറ്റിയിലും മറ്റേ പഴയ കൾച്ചറിനെ കുറിച്ചിട്ടും ഉപാസനകളെ കുറിച്ചിട്ട്. ആൻഡ് ഐ തിങ്ക് ആൾക്ക് എൻ്റെ പറയുള്ളൂ, ഹീസ് ഇൻ ഹിസ് ഏർലി 30s. ഇപ്പോഴത്തെ ആളുകൾ ഇത് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് റിവൈവൽ, അതിന് ഓഡിയൻസ് ഉണ്ട്. അപ്പം അതങ്ങനെ അത് നല്ല കാര്യമാണ്. അവർ വീണ്ടും വീണ്ടും അതൊക്കെ സംസാരിക്കട്ടെ കുറച്ചുകൂടെ ആഴത്തിൽ. ഈ സർഫസ് ലെവലിൽ മുന്നത്തെ തലമുറ സർഫസ് ലെവലിൽ തൊട്ടിട്ട് വിട്ട് കളഞ്ഞ സാധനങ്ങൾ കുറച്ച് ഡെപ്തിൽ വരട്ടെ. ഗൗരിയുടെ ഉള്ളിലൊരു ഭക്തി ഉണ്ടോ? ഭക്തി എല്ലാവരുടെ ഉള്ളുണ്ട്. ഭക്തി ഇല്ലാത്ത ആരും ഉണ്ടെന്ന്. ഭക്തിയുള്ള സാധനങ്ങൾ മാറുമായിരിക്കും ചിലപ്പോൾ. ചില ആളുകൾക്ക് എന്താ പറയുക, ഹോബികൾ എന്ന് പറഞ്ഞൊക്കെ ഭയങ്കര പ്രാന്തെന്ന് പറയുന്ന സാധനങ്ങളോട്, അതും ഒരു ഫോം ഓഫ് ഭക്തി തന്നെയാണ്. അപ്പം ഭക്തി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഡെയിലി രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് അമ്പലത്തിൽ പോയിട്ട് തൊഴുന്ന മാത്രമല്ലല്ലോ ഭക്തി എന്ന് പറയുന്നത്. എനിക്ക് മനസ്സിലായ കാര്യം എവറിത്തിങ് ഇസ്, എല്ലാം ഡിവിനിറ്റിയാണ്. ഇപ്പം ദൈവം എന്നൊരു വാക്ക് നിങ്ങൾക്ക് അതിന് കൊടുക്കണമെങ്കിൽ നിങ്ങളും ദൈവമാണ്, ഞാനും ദൈവമാണ്, ഇരിക്കുന്ന മൈക്കും ദൈവമാണ്, ആ ഇരിക്കുന്ന ചെടിയും, എവറിത്തിങ് ഇസ് ഗോഡ്. എല്ലാം ദൈവത്തിന്, ദൈവം എന്നുള്ള വാക്ക് അഗൈൻ ഇറ്റ്സ് വെരി കോംപ്ലിക്കേറ്റഡ്. കോൺഷ്യസ്നെസ്സിന് ഈ ഭൂമിയിലെ ജീവിതം എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല പല ഫോമിൽ ഇവിടെ വന്നിട്ട് ഇങ്ങനെ എക്സ്പീരിയൻസ് അത്ര ഉള്ള കാര്യം. ഇതാണ് എൻ്റെ ബേസിക് പരിപാടി എന്ന് എനിക്ക് മനസ്സിലായത്. അപ്പം അത് ആ ക്യൂരിയോസിറ്റി എനിക്ക് എപ്പോഴും ഉണ്ട്. എന്താണ് എനിക്ക് തോന്നി സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന സാധനം ഇസ് ജസ്റ്റ് ബീയിങ് ക്യൂരിയസ് അബൌട്ട് ഞാൻ ആരാണ്, ഞാൻ എവിടെ നിന്നാണ് വന്നത്, ഞാൻ എന്താണ്. തപ്പി പോകുമ്പോൾ നമ്മൾ ഈ പല വഴിക്ക് പോകും. ചില ആളുകൾ മെഡിറ്റേഷൻ ആ റൂട്ടിൽ പോകും, ചില ആളുകൾ ഈ പറഞ്ഞ റിലീജിയസ് റൂട്ടിൽ പോകുന്നവരുണ്ട്, ചില ആളുകൾ ഭയങ്കരമായിട്ട് ഫിലോസഫിക്കലായിട്ട് ഇതിൻ്റെ പുറകെ പോകുന്നവരുണ്ട്. അപ്പം അത് എനിക്ക് എല്ലാവരിലും ഈ സാധനം ഉണ്ട്. ചില ആൾക്കത് അറിയാം, ചില ആൾക്കത് അറിയില്ല. പക്ഷെ അത് ഐ തിങ്ക് എവ്രിബഡി ഗോട്ട് ദാറ്റ് ഇൻ ദം. കുറച്ചുകൂടെ കേട്ട് കഴിയുമ്പോൾ ഭ്രാന്തായി പോകും ഈ സാധനമല്ലോ. കുറച്ചുകൂടെ കേട്ട് കഴിയുമ്പം ഭ്രാന്തായി പോകുന്നത് നമ്മൾ നിർത്തൂലേ, അതിനപ്പുറത്തോട്ട് പോവാന്നുള്ളതാണ് ആ പോക്ക്. അവിടെയാണെന്ന് തോന്നുന്നു. അതിനപ്പുറത്തോട്ട് പോയി നോക്കുക എന്നുള്ളതാണ്. കാരണം നമുക്ക് നോക്കാൻ, എനിക്കൊന്ന് ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയിട്ട് ഇതുപോലെ എൻ്റെ അപ്പനും അമ്മയും അവരുടെ മുന്നത്തെ തലമുറ എന്താ ചെയ്തിരുന്നത്, അവരുടെ മുന്നത്തെ തലമുറ എന്താ ചെയ്തിരുന്നത്, ഈ പോക്ക് പോകണപ്പോഴത്തേക്കുള്ള വീട്ടിലുണ്ടെന്ന് ചോദിച്ചു. എന്തിനാ ആവശ്യമില്ലാത്തൊക്കെ ചിന്തിക്കുന്നതെന്ന് ചോദിക്കും അവർ. പക്ഷേ ആ ചിന്തയിൽ നിന്നാണ് എനിക്ക് തോന്നുന്നു നേരത്തെ പറഞ്ഞ അപ്പുറത്തേക്കുള്ള ഒരു ഡോറും കൂടെ തുറക്കുക. നമ്മൾ എന്താണെന്നുള്ളതിൻ്റെ കുറേ കിടക്കുന്നത് ഈ ഓരോ ഡോറും തുറന്നു പോകുന്ന എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം അത് വളരെ നല്ല പരിപാടിയാണ്. എനിക്ക് തോന്നുന്നു എനിക്കത് പറ്റില്ല എന്ന് തോന്നുന്നു. എനിക്ക് ഭക്തിയുടെ വേറൊരു തരത്തിലേക്ക് പോകാൻ പറ്റുന്ന ഒരാളല്ല ഞാനെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും കേട്ട സ്ഥിതിക്ക് ഒന്ന് റിലാക്സേഷൻ വേണം, നമുക്കൊരു ഗെയിം സെക്ഷനിലേക്ക് പോവാമല്ലോ അല്ലേ? ലൈഫ് അൺകട്ട്സ് എന്നാണ് ഈ സെക്ഷൻ്റെ പേര്. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പം അത് കട്ട് ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അൺകട്ട്സ് ആണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പം ഇന്ന സാധനം എൻ്റെ ലൈഫിൽ കട്ട് ചെയ്യണ്ടായിരുന്നു എന്നുള്ള കട്ട് ചെയ്ത സാധനങ്ങളെ കുറിച്ച് ചെയ്യണ്ടായിരുന്നു, അത് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഇന്ന സാധനം എൻ്റെ ഉണ്ട്, അതിന് ഞാൻ ഒരിക്കലും എൻ്റെ ലൈഫിൽ നിന്ന് മാറ്റില്ല എന്നുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫുഡ്, ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ലൈഫിൽ നിന്ന് ഞാൻ കട്ട് ചെയ്യില്ല എന്ന് തോന്നുന്ന ഫുഡ് ഏതാണ്? ഞാൻ പറയണം, ദോശയും മുളകും. ദോശ മുളകോ? മുളക് എന്ന് പറഞ്ഞാൽ ചെറിയുള്ളിയും വെളുത്തുള്ളിയും മുളക് പൊടിയും ഉപ്പും കൂടെ ചതച്ചിട്ട് കടുക് വറുത്തിട്ട് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചിട്ട് ഇളക്കും. അതാണ് ദോശ. ദോശയും മുളകും. ദോശയും സാമ്പാറും ചമ്മന്തി ഒക്കെ കേട്ടിട്ടുണ്ട്. ദോശയും മുളകും ഇത് അപൂർവ. അടുത്തത്, ഇപ്പം ഗൗരിനെ എപ്പോഴും ഡ്രസ്സ് വെച്ചാണ് ആളുകൾ പറയണേ. അപ്പം ലൈഫിൽ ഈ ഡ്രസ്സ് ഞാൻ ഉപേക്ഷിക്കില്ല, ഈ തരം ഡ്രസ്സുകൾ ഞാൻ ഉപേക്ഷിക്കില്ല. കോട്ടൺ ആയിട്ടുള്ള തുണികൾ, കോട്ടൺ തുണികൾ ആൻഡ് ഷോർട്സ്, ഡെനിം ഷോർട്സ് ഒന്നുമല്ല, മറ്റേ തിന്നായിട്ടുള്ള എയറി ആയിട്ടുള്ള ഷോർട്സ്. കോട്ടൺ, നല്ല വായു കയറുന്ന തുണി.
മൂടി പുതച്ചല്ലാത്ത നല്ല വായു സഞ്ചാരമുള്ള തുണി. അതെവിടെ എവിടെ കട്ട് ചെയ്യണം, എവിടെ കൂട്ടണം, കുറയ്ക്കണം എന്നുള്ളത് ഡിപ്പെൻസ്. പക്ഷേ നല്ല വായു സഞ്ചാരമുള്ള തുണി. ഓക്കെ, അതാണ് തന്നെ കുറച്ചുകൂടെ നല്ലത്. ഓക്കെ, മെമ്മറി. ഈ ഒരു മെമ്മറി എൻ്റെ ലൈഫിൽ നിന്ന് ഒരു കാരണവശാലും പോകാൻ പാടില്ല എന്നുള്ളൊരു അത് കുറേ ഉണ്ട്. ഏതെങ്കിലും ഒരെണ്ണം പറയാം. ചൈൽഡ്ഹുഡ് മെമ്മറീസ് ആയിരിക്കും. ഈ പറഞ്ഞ പോലെ ഗ്രാമപ്രദേശം, ഒരുപാട് ഒറ്റയ്ക്ക് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ടുള്ള കുട്ടിയാണ്. അപ്പം ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, കുളം ഉണ്ടായിരുന്നു വീട്ടിൽ, നിറയെ കുളങ്ങളുണ്ട്, പഴയ തറവാടായിരുന്നു. അപ്പം അതപ്പം തന്നെ ഉണ്ട്. അതിനടുത്ത് തന്നെയാണ് ഇപ്പം നമ്മുടെ ഈ സൈക്കൂടെ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ സ്റ്റേക്കേഷനൊക്കെ ഉള്ളത്. അപ്പം എൻ്റെ 10 വയസ്സ് തൊട്ട് 24 വയസ്സ് വരെ മോസ്റ്റ്ലി ഞാൻ അവിടെ തന്നെയാണ്. ഇടയ്ക്ക് എവിടെയെങ്കിലും അങ്ങോട്ട് പോയിട്ട് വന്നിട്ടും ഉള്ളൂ. ഉച്ചയ്ക്ക് 1 മണി 2 മണിക്കൊക്കെ ഈ കുളത്തിൽ പോയിട്ട് ഇങ്ങനെ കിടക്കും, വെയിലും കൊണ്ട് ഇങ്ങനെ കിടക്കും. അത് 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ പോകും. അപ്പം അത് എത്ര സ്റ്റില്ലായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേക്കും ഈ സർഫസ് ലെവലിലെ ചെറിയ ചെറിയ അഴുക്കും ഇതൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ വന്ന് ദേഹത്ത് ഇങ്ങനെ ആയിട്ട് ഈ ഇവിടുത്തെ കയ്യിലെങ്ങനെ രോമമൊക്കെ ഇല്ലേ, രോമത്തിലൊക്കെ ഈ പൊടി വന്നിട്ട് ഇങ്ങനെ രോമത്തിലാവും. എന്നിട്ട് ഈ രോമം ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ ആകുമ്പോഴേക്കും ചെറിയ മീനൊക്കെ വന്നിട്ട് ആ രോമത്തിൽ വന്നിട്ട് മീൻ ആലോചിക്കും ഞാൻ മറ്റേ മണ്ണാന്ന് വിചാരിക്കും, അത്ര സ്റ്റില്ലായിട്ട് ഇങ്ങനെ കിടക്കും. അപ്പം എനിക്ക് ഇങ്ങനത്തെ കുറെ മെമ്മറീസ് ഉണ്ട്. കുഞ്ഞായിരിക്കുമ്പോഴേക്കും അത്രയും ഇങ്ങനെ സ്റ്റില്ലായ കുറെ മൊമെന്റ്സ് ഉണ്ട്. അപ്പം അതൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഭയങ്കരമായിട്ട് പല സാഹചര്യങ്ങളിലും അങ്ങനെ ചില ബ്രെത്ത് വർക്കൊക്കെ ചെയ്തിട്ട് പോയി നിൽക്കുന്ന അവിടെ ആയിരിക്കും. സ്റ്റില്ലായിട്ട് ഇങ്ങനെ കുറേ സ്ഥലത്ത് പോകണം, അവിടെ നിന്ന് തിരിച്ചു. ചില തറവാടുകളിൽ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഉച്ചയ്ക്ക് ഇന്ന സമയം തൊട്ട് ഇന്ന സമയം വരെ കുളത്തിന് സൈഡിൽ പോകാൻ പാടില്ല എന്നൊക്കെ. ആ കുളത്തിലുള്ള സാധനം ദേഹത്ത് കയറിയിട്ടുണ്ട്, ഞാൻ ഫുൾ ടൈം അവിടെ തന്നെയായിരുന്നു. അങ്ങനെ അല്ല, അങ്ങനത്തെ പറഞ്ഞില്ലേ, വീട്ടുകാർ പറഞ്ഞിട്ടില്ലേ അങ്ങനെ പോകാൻ പാടില്ല ആ സമയത്ത്? ഞാൻ ഫുൾ ടൈം എനിക്ക് തോന്നുന്നത് വീട്ടിനകത്തിരിക്കുന്ന സമയങ്ങൾ ഭയങ്കര കുറവായിരുന്നു. കുറച്ചുകൂടി വലുതായി കുറച്ച് പുസ്തകമൊക്കെ വായിച്ചു തുടങ്ങിയ സമയത്തൊക്കെയാണ് പിന്നെയും അകത്തിരുന്ന് വായിക്കുന്നൊരു സെറ്റപ്പൊക്കെ തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നത്. എന്നാലും വീട്ടിൻ്റെ പുറത്ത് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുമായിരുന്നു. ഇപ്പം നട്ടുച്ചയ്ക്കൊക്കെ ഇങ്ങനെ കാണാം എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക്. ഭയങ്കര വികൃതിയായിരുന്നു? ഇല്ല, വളരെ സൈലന്റ് ആയിരുന്നു. സൈലന്റ് ആയിട്ട് ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യാം. സ്കൂളിൽ നിന്നൊക്കെ വന്നിട്ട് വൈകുന്നേരം ഒരു പുല്ലുള്ളൊരു സ്ഥലമുണ്ട്, അവിടെ പോയിട്ട് ഒരു 4:30 ഒരു ഇരിപ്പ് ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞാൽ അങ്ങനെ സൂര്യൻ ദൂരെ നിന്ന് പോണ കാണാം. അത് പോയി ചുമലയാവുന്ന കാണും ഞാൻ. ആ ചുമല ലൈറ്റ് രണ്ട് ഫുള്ളി ഇട്ടാവുന്ന കാണും. കൊതുകേടി തുടങ്ങും, പറ്റി എന്നിട്ട് വീട്ടിൽ പോകും. പ്രത്യേക തരാട്ടോ. എനിക്കൊന്നും ഇങ്ങനത്തെ ഒരു വേർഷൻ ആരും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നല്ലേ. ഇപ്പോഴും എനിക്ക് തോന്നുന്നത് ഒരുപാട് സമയം വെറുതെ ഇരിക്കും, ഒരുപാട് സമയം. ചോദിക്കില്ല എങ്ങനെ സാധിക്കുന്നു എന്നുള്ളത്. എനിക്ക് തിരിച്ചാണ് ചോദിക്കുന്നത്, ആളുകൾ എങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ ജോലി ചെയ്തോണ്ടിരിക്കണം, ആക്റ്റീവായിട്ട് പറ്റില്ല. ഇല്ല, ഈ സമയത്തൊക്കെ എന്തായിരിക്കും മനസ്സിലെ ചിന്ത? എന്തെങ്കിലും ഒരുപാടുണ്ടാവും. ഇപ്പൊ നേരത്തെ ഭ്രാന്തെന്നൊക്കെ പറഞ്ഞില്ല, അതിങ്ങനെ ആ വഴി ഓടും. അങ്ങനെ ഇത്രയും ചിന്തിക്കാൻ പറ്റുമെന്ന് ഞാൻ ഇങ്ങനെ, എനിക്കിത് കേൾക്കുമ്പോൾ ഈശ്വര ഇതിങ്ങനെ ഒരു മനുഷ്യന് ചിന്തിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഇങ്ങനെ കാണാൻ പറ്റുമോ അതാ പറഞ്ഞ. എനിക്ക് തോന്നുന്ന തിരിച്ചാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഞാൻ തപ്പിപ്പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ, ഇതെന്താ സാധനം, ദൈവം എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തിനാണ് ഇത്രയും ദൈവങ്ങൾ, ഇപ്പം ദൈവം ഇങ്ങനെ, അപ്പം ഇങ്ങനെ നമ്മളിങ്ങനെ പോവാണല്ലോ ഓരോ വഴിക്ക് ഇങ്ങനെ ഓടി എവിടെ ഇത് എത്തുന്ന സ്ഥലമൊന്നുമല്ല കേട്ടോ. ഇറ്റ്സ് നോട്ട് ലൈക്ക് വി ഹാവ് എ ഡെസ്റ്റിനേഷൻ. ആർക്കും എവിടെ എത്താനൊന്നും പറ്റൂല, ഇതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അത്രയും വൈഡായിട്ടുള്ള സാധനമാണ്. അപ്പം ഇപ്പം ഞാൻ തപ്പിക്കൊണ്ട് പോയിരുന്നത് എനിക്ക് തോന്നിയിട്ടില്ല. അന്ന് ഞാൻ ഇങ്ങനെ കിടക്കുമ്പം ഞാനിപ്പോൾ തപ്പിക്കൊണ്ടിരിക്കുന്ന സാധനം എന്നെ അന്ന് നോയിക്കൊണ്ടിരിക്കുവായിരുന്നു ഇങ്ങനെ ഫുൾ ടൈം. അപ്പം ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കും, അടുത്തൻ്റെ വീട്ടിൽ 4 മണിക്കൂർ ഉണ്ടാവും, കുളത്തിൻ്റെ കാര്യം 4 മണിക്കൂർ ഉണ്ടാവും. ഇപ്പം അന്ന് ഈ നോക്കിക്കൊണ്ടിരിക്കുന്ന ആളെ ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അന്ന് എൻ്റെ അടുത്ത് വന്നിരുന്നു, പക്ഷെ ഞാൻ തിരിച്ചറിഞ്ഞില്ല. ഇപ്പം ഞാൻ അങ്ങോട്ട് അന്വേഷിക്കുമ്പോൾ ആളെ കാണും. എൻ്റെ അടുത്ത് വന്നു എന്ന് പറഞ്ഞാൽ അത് എൻ്റെ അകത്തുനിന്നുള്ള സാധനമാണോ പുറത്തുള്ള സാധനമാണോ? പോട്ടെ. ഓക്കെ, അതിൻ്റെ കൂടുതൽ ഒന്നുകൂടി ഞാൻ ചോദിച്ചു പോവാം, അല്ലെങ്കിൽ അത് വിട്ടു. ഇസൈക്കൂടിനെ പറ്റിയിട്ട് ഫോട്ടോസിലൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എങ്ങനെയായിരുന്നു അങ്ങനെ ഒരു കൺസെപ്റ്റ്? സ്വന്തം വീട് വേറൊരാൾക്ക് കൊടുക്കുക, സ്വന്തം മുറി പോലും ആരും കൊടുക്കാത്തൊരവസ്ഥയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ സ്വന്തം വീട് വേറൊരാൾക്ക് കൊടുക്കുക എന്നുള്ളൊരു ചിന്ത എങ്ങനെ? അതൊരു റിസോർട്ട് അല്ലെങ്കിൽ ഹോട്ടൽ അങ്ങനത്തെ കോൺസെപ്റ്റ് ഒന്നുമല്ല, അതൊരു വീടാണ്. നിങ്ങളൊരു വീട്ടിൽ താമസിക്കുമ്പോഴുള്ള എക്സ്പീരിയൻസ് ആണ്. എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗിയുള്ളൊരു വീടാണ്. അതിൻ്റെ അകത്തുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ വളരെ വളരെ സ്നേഹത്തോടു കൂടി പല സ്ഥലത്തു നിന്ന് കൂട്ടി വെച്ച സാധനങ്ങൾ. നിറങ്ങളാണെങ്കിലും നിറയെ പാറ്റേൺസും കാര്യങ്ങളൊക്കെ, ഓരോ കേർട്ടൻ്റെ പ്രിൻ്റാണ്, എല്ലാ സാധനവും ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്ത കാര്യങ്ങളാണ്. എല്ലാം നേരിട്ട് പോയി വാങ്ങിയത്, ഓർഡർ ചെയ്തതാണെങ്കിൽ ഞാൻ തന്നെ ചെയ്തിട്ടുള്ളത്. ചുറ്റും ഒരുപാട് ചെടികൾ,
ഓരോ സെക്ഷൻ 6 മാസം കൂടുമ്പോൾ ഒരു 10-30,000 രൂപയുടെ ചെടി വാങ്ങും. എന്നിട്ട് ഇങ്ങനെ നിറച്ച് ചെടി വെച്ച് പച്ചപ്പാക്കുക. ഒന്നിനും നടക്കാനൊന്നും സ്ഥലം ഉണ്ടാവരുത്, മൊത്തം ചെടിയായിരിക്കണം. അപ്പം അങ്ങനെ ഒരുപാട് ശരിക്കും എനിക്ക് എന്താണോ ഇഷ്ടം അത് ഫുള്ള് എടുത്ത് തട്ടിയ ഒരു സ്ഥലമാണ് ഈ സൈക്കൂടം എന്ന് പറയുന്നത്. അതിനുശേഷം കുറച്ച് നാളത്തേക്ക് നമ്മളിപ്പം എറണാകുളത്തേക്ക് മാറിയായിരുന്നു വർക്ക് റിലേറ്റഡ് കാര്യങ്ങൾക്ക്. ആൻഡ് ഐ എം ആക്ച്വലി ഗോയിങ് ബാക്ക്. ഉടനെ തന്നെ തിരിച്ച് അങ്ങോട്ട് തന്നെ മൂവ് ചെയ്യാണ്. ഇസൈക്കൂട്ടിലേക്കല്ല, അതിനടുത്തോട്ട് തന്നെ ഞാൻ തിരിച്ച് മൂവ് ചെയ്യാണ്. അപ്പം അതിൻ്റെ പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇസൈക്കൂട് എന്ന് പറഞ്ഞ പോലെ ഞാനീ പോയി മലന്ന് കിടന്ന കുളവും ആ എക്സ്പീരിയൻസ് ആളുകൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചില ഗസ്റ്റൊക്കെ വന്നിട്ട് TV ഇല്ലേന്ന് ചോദിക്കും. ഇല്ല, TV ഇല്ല ഇവിടെ. ഇതാണ് ആ ഒരു സ്ലോ ലിവിങ് ഉണ്ടല്ലോ. നമ്മൾ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും നിറയെ തത്തകൾ, കിളികൾ, അടുത്ത് തന്നെ ഒരു കായൽ തീരമുണ്ട്, 5 മിനിറ്റ് നടത്തുള്ളൂ. അവിടെ പോയി സൺസെറ്റ് കിട്ടും, വള്ളത്തിൽ കയറി കുറച്ചൊന്ന് കറങ്ങാം. അത്ര സ്ലോ ആയിട്ട് ജീവിക്കാനുള്ളൊരു സ്ഥലം. അതെല്ലാവർക്കും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് എനിക്ക് തോന്നി. തീർച്ചയായിട്ടും ഒരിക്കലും ഞാൻ വരും. ഇപ്പോൾ ഒരു പേഴ്സണൽ ഇതിലേക്ക് വരികയാണെങ്കിൽ ഒരു പേഴ്സണൽ സാധനം ഉണ്ടാവും, അത് ഒരിക്കലും എൻ്റെ കയ്യിൽ നിന്ന് പോകാൻ പാടില്ല, അത് എൻ്റെ ലൈഫിൽ നിന്ന് കട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ചിന്തയുണ്ടോ? അതെ, അങ്ങനെ ഉണ്ടെങ്കിൽ സാധനം എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റോ സ്വഭാവമോ എന്തെങ്കിലും. ഒത്തൻറ്റിസിറ്റി. ശരിക്കും ഞാൻ എന്താണോ അത് മാത്രം ഞാൻ ചെയ്യാൻ പാടുള്ളൂ. ഒരു സ്ഥലത്തും വേറൊരാൾക്ക് വേണ്ടിയിട്ടോ ഈ പറഞ്ഞ പോലെ ഒരു ലാഭത്തിന് വേണ്ടിയിട്ടോ ഒന്നും എൻ്റെ ഉള്ളിൽ നിന്ന് പറയാത്തൊരു കാര്യം ഞാൻ ചെയ്യാൻ പാടില്ല. ഒരിക്കലും ഫേക്ക് ആയിട്ടില്ല. ഇല്ല ഇല്ല. എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഉള്ളിന്ന് ഉള്ളിന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ് ആളുകൾക്കത് ഉൾക്കൊള്ളാൻ, ഒരുപാട് പേർക്ക് മനസ്സിലാക്കാൻ. കാരണം അത് ഇറ്റ്സ് ആക്ച്വലി സ്കെയർ. ഇത് ഭയങ്കര എളുപ്പമുള്ള പരിപാടി ഒന്നുമല്ല കേട്ടോ. ഒരുപാട് സ്ഥലങ്ങൾക്ക് പേടിയൊക്കെ വരും. അയ്യോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പല സ്ഥലത്തൊന്നും ഈ പറഞ്ഞ പോലെ സൈബർ ബുള്ളിങ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പം പല റൗണ്ട് ഇത് ഓടുമ്പോഴും ഇറ്റ്സ് നോട്ട് ലൈക്ക് ഇത് വരുമ്പോഴൊക്കെ ഞാനിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല. പക്ഷെ നമുക്ക് പേടി വന്നാലും നമ്മൾ ആ ഉള്ളിലത്തെ വോയിസിനെ ട്രസ്റ്റ് ചെയ്ത് നമുക്ക് ചെയ്യണം തോന്നുന്ന കാര്യം ചെയ്യുക. അപ്പം അത് ഞാൻ മരിക്കുന്നവരെ അത് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് എനിക്ക്. എപ്പോഴെങ്കിലും അഫക്റ്റ് ചെയ്തിട്ടുണ്ടോ ഈ സൈബർ ബുള്ളിങ്? ഓ യെസ്. മനുഷ്യനല്ലേ, ഇത് അഫക്റ്റ് ചെയ്യത്തില്ലേ? ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ആളാണ്. എനിക്ക് ഭയങ്കര കരച്ചിൽ വരും, നന്നായിട്ട് കരച്ചെന്നൊക്കെ പറഞ്ഞാൽ നന്നായിട്ട് കരയും, മണിക്കൂറുകളോളം കരയും. ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ഉറങ്ങിക്കൊണ്ടേയിരിക്കും. ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ആളാണ്. ഈ പറഞ്ഞ പോലെ ആളുകൾ നോക്കുമ്പോൾ ഇങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ കല്ലുപോലേക്ക് ഇരിക്കും. പക്ഷേ ഇതൊക്കെ വളരെ ഹ്യൂമൻ ആയിട്ടുള്ള കാര്യമാണ്. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആളാണ്. അപ്പം എനിക്ക് തോന്നാൻ ആ കരഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പരിപാടിയോ അടുത്തിനി എന്താ ചെയ്യാൻ പറ്റുക, ഒന്നും അങ്ങോട്ട് പോകും. അപ്പം പുറകോട്ട് വലിക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിച്ചിട്ടില്ല. ആൻഡ് അത് കുറേ കഴിയുമ്പോൾ നമ്മൾ ആ സ്റ്റേജ് കഴിയും. ആ വിഷമം നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങും. ദിസ് ഇസ് നോട്ട് അബൌട്ട് മീ. ഒരാൾ നമ്മളെക്കുറിച്ച് മോശമായിട്ട് നമ്മളോട് പറയുകയാണെങ്കിൽ ഇറ്റ്സ് നോട്ട് അബൌട്ട് മീ, ഇറ്റ്സ് അബൌട്ട് ദാറ്റ് പേഴ്സൺ ഹു സെഡ് ദാറ്റ്. അയാളെക്കുറിച്ചാണ് അത് പറയുന്നത്, അയാളെ പ്രശ്നങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ശരിക്കും എത്തും. ഞാൻ ഇങ്ങനെ വായിക്കുക അല്ലെങ്കിൽ പറയാന്നല്ല, ശരിക്കും വിൽ റീച്ച്. ദിസ് ഇസ് നോട്ട് അബൌട്ട് മീ. ഞാനിതല്ല, ഇത് അയാളാണ്, ഞാനല്ല എന്നുള്ള ശരിക്കും അയാളുടെ ചിന്തയായിരിക്കാം, അയാളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളായിരിക്കാം, അയാളുടെ ഷാഡോ സൈഡ് ആയിരിക്കാം, അയാൾക്ക് അഡ്രസ്സ് ചെയ്യാൻ പേടിയുള്ളൊരു സാധനം അപ്പുറത്തുള്ള ആൾ കാണുമ്പോഴുള്ള പ്രശ്നമായിരിക്കാം. അപ്പം അത് ശരിക്കും ഉള്ളിന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ തട്ടില്ലത്. ഐ തിങ്ക് ഐ ഹാവ് റീച്ച് ദെയർ. ഇപ്പം എനിക്ക് ചിരി വരും. ഈ സൈബർ ബുള്ളിങ്ങിനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഇപ്പോഴുള്ള കമന്റ് റിയാക്ഷൻസ് എനിക്ക് അത് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര എൻജോയ് ചെയ്യുന്ന കാര്യമാണ്. ഓരോ കമന്റിനും ഓരോ പാട്ട് ഭയങ്കര രസമാണ് ചെയ്യാൻ, കാണുമ്പോഴും രസം. ഞാൻ ഈ കമന്റ് ഞാൻ ആളുടെ പ്രൊഫൈലിൽ കയറി നോക്കും. അപ്പൊ പ്രൊഫൈലിൽ കയറി നോക്കി അതൊക്കെ മനസ്സിലായാലും എന്തുകൊണ്ടാണ് കമന്റ് ഇട്ടേന്ന്. ചില ആളുകൾ ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് ഒരു കഴിവില്ല, നീക്കൊരു കഴിവില്ല, നീ ഇങ്ങനെയാണ്, എന്ത് മോശമാണ് പാട്ട്, നീ വേറെ പഠിക്കുമ്പോൾ കൂടെ എന്നൊക്കെ പറഞ്ഞ് കയറി നോക്കുക. അയാൾ ചിലപ്പം വർഷങ്ങളായിട്ട് എന്തായാലും പറയാം, ലിപ്സിങ്കിങ് വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കുന്ന ഒരാളായിരിക്കും. ആൻഡ് ഇറ്റ് വിൽ ബി ലൈക്ക് ഹാവിങ് 5 ലൈക്ക് 2 കമന്റ് ഒക്കെ ആയിട്ട് ഹി ഈസ് നോട്ട് ഗെറ്റിംഗ് അറ്റൻഷൻ. അപ്പൊ അതിന്റെ ഫ്രസ്ട്രേഷൻ ഇപ്പുറത്ത് അത് ഭയങ്കര അവിടെ പ്രൊഫൈലിൽ നിന്ന് ഭയങ്കര ക്ലിയർ ആയിരിക്കും എന്തുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ളത് ഭയങ്കര ക്ലിയർ ആയിരിക്കും. അപ്പം അത് ഭയങ്കര രസമുള്ളൊരു കാര്യമാണ്. നമുക്ക് പാവം തോന്നും, ശരിക്കും പാവം. ഇപ്പൊ പല ആളുകളെയും നമുക്ക് പാവാ തോന്നും, ദേഷ്യമില്ല തോന്നും, ഭയങ്കര പാവം തോന്നും. ചില ആളുകൾ നമ്മൾ കമന്റ് റിപ്ലൈ ചെയ്ത് അപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്തിട്ട് പോയി കളയും. അപ്പം ഈ തെറി വിളിക്കുന്നതാണെങ്കിലും എല്ലാം ഐ തിങ്ക് ഇറ്റ്സ് ലൈക്ക് ഭയങ്കര മിസറബിൾ ആയിട്ടുള്ള ജീവിതങ്ങൾ ജീവിക്കുന്ന ആളുകളുടെ ഫ്രസ്ട്രേഷൻ തീർക്കുന്ന ഒരു സ്ഥലം. അടുത്തത് ഇഷ്ടപ്പെട്ട സോങ് എന്നുള്ളതല്ല, ഈ പാട്ട്
ഇല്ലെങ്കിൽ ഒന്നുമില്ല എന്നുള്ളൊരു തോന്നലുണ്ടായിട്ടുണ്ട്? കുറേ പാട്ട് ഒരുപാട് പാട്ടിൽ പല സാഹചര്യങ്ങളും നമ്മളെ ഭയങ്കര ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഞാൻ ഈ ഇടയ്ക്ക് സ്ട്രേഞ്ചർ തിങ്സിനെ ലാസ്റ്റ് സീസൺ കണ്ടോണ്ട് സെക്കൻഡ് ലാസ്റ്റ് എന്തോ മറ്റേ ടേപ്പ് വെച്ചിട്ട് നേരെ മേലേക്ക് പോകില്ലേ, കണ്ടിട്ടില്ല. സ്ട്രേഞ്ചർ തിങ്സിൽ മറ്റേ വെക്ന എന്ന് പറഞ്ഞ വില്ലൻ പിടിക്കാൻ വേണ്ടി വരും. അപ്പം പിള്ളേരൊക്കെ പിടിച്ചോണ്ട് പോകും. അപ്പോൾ ഒരു പോയിന്റിൽ വെച്ചിട്ട് ഇവർക്ക് മനസ്സിലാവും പാട്ട് വെച്ചിട്ട് ഈ പിടിച്ചോണ്ട് പോകുന്ന ടീംസിനെ തിരിച്ചുകൊണ്ടുവരാൻ പറ്റും. സോളാണ് കൊണ്ടുപോവുക. അപ്പം ഞാൻ ആ പെർട്ടിക്കുലർ സീനിൽ ഇങ്ങനെ വെക്കന ഇങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇവര് ഈ നിൽക്കുന്ന കുട്ടിയുടെ ഇതിൻ്റെ ഉള്ളിൽ വാക്ക്മാൻ്റെ ഉള്ളിൽ ഒരു പാട്ടിടും. അത് ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരി തിരിച്ചു വരും. വെക്കനെങ്കിൽ പിടിക്കാൻ പറ്റില്ല, ആൾ തിരിച്ചു വരും. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എനിക്ക് ദേവദൂന്നല്ല എന്തൊരു മഹാനുഭാവം ഇട്ട് കഴിഞ്ഞാൽ വെക്കനെ വിളിക്കാണ്ട് ഞാൻ അതിൻ്റെ ഒരു 2 ലൈൻ പാടി തരും. ദേവദൂതല്ലേ കൃതിയാണ്. ఎంతరో మహాను బావులు ఎంతరో మహాను బావులు అంతరికే వందనములు ఎంతరో మహాను బావులు అంతరికే వందనములు ఎంతరో మహాను బావులు. അടിപൊളി. ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട് ഈ റൗണ്ടിൽ. ഏറ്റവും ഇഷ്ടപ്പെട്ട, ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പറ്റാത്ത ഒരു മൊമെന്റ് ലൈഫിൽ? ഒരു മൊമെന്റ് അല്ല, എനിക്ക് തോന്നിയത് സമ്മർ വെക്കേഷൻസ്, കുട്ടിക്കാലം. ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ് ഒക്കെ ഉള്ള സമ്മർ വെക്കേഷൻസ്. അമ്മ വീട്ടിലായിരുന്നു മെയിനായിട്ടും. ഭയങ്കരമായിട്ട് കളിച്ചിട്ടുണ്ട് ഒരുപാട്. കസിൻസ് ഒക്കെ ഉണ്ട് ഒരുപാട്? ഒരുപാടല്ല, കസിൻസ് കുറച്ച് പേരുണ്ട്. 4-5 പേരുള്ളൂ മൊത്തം. അപ്പുറത്തെ വീട്ടിലെ പിള്ളേരെല്ലാം ഇങ്ങനെ നടന്നിങ്ങനെ വിളിക്കുമല്ലോ രാവിലെ പോയിട്ട്. ഉച്ചവരെ ഒരു കളിയായിരിക്കും. അത് ഫുള്ള് കളിച്ചിട്ട് ഉച്ചയ്ക്ക് ഉണ്ട് കഴിഞ്ഞിട്ട് അമ്മമ്മ പുറത്താക്കി ഡോറടയ്ക്കും. 4 മണിക്ക് വന്നാൽ മതി ചായ തരാന്ന് പറയും. വീണ്ടും പോയി ഒറ്റപ്രാന്ന വെയിലത്ത്. അത് ഭയങ്കര ഒരു പരിപാടിയായിരുന്നു. ഭയങ്കര ബീയിങ് ഇൻ ദ പ്രസന്റിൽ ജീവിക്കാൻ ഭയങ്കരമായിട്ട് പറ്റിയിട്ടുണ്ട്. ആ ഒരു കാലഘട്ടം ഞാൻ പറയുള്ളൂ. മൊമെന്റ് എനിക്ക് ഇങ്ങനെ പെട്ടെന്ന് ചോദിച്ചാൽ എനിക്കൊന്നും വരുന്നില്ല അങ്ങനെ. അപ്പം നമ്മളിങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ വേറെ ഏതോ തലത്തിലേക്കൊക്കെ നമ്മൾ കടന്നു പോകുന്നത് എനിക്ക് തോന്നുന്നു. അപ്പം എന്തായാലും തൽക്കാലം നമുക്കിത് വൈൻഡ് അപ്പ് ചെയ്യാം. വീണ്ടും നമുക്ക് ടച്ചിലുണ്ടാവാം. ഈ തലത്തിന് പേടിയാവണാണ് ഇപ്പൊ നിർത്തുന്നത്. ചിലപ്പോ അങ്ങനെ ആവാം. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ഗൗരി വരുമ്പോ ഇങ്ങനെ അല്ല പ്രതീക്ഷ, ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരാൾ വന്ന് എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്നുള്ള ഒരു മൈൻഡോട് കൂടിയിട്ടായിരുന്നേ. പക്ഷെ ഓക്കെ, അടിപൊളിയാണ് നിങ്ങൾ. അത്രേ ഉള്ളൂ, അത് കുഴപ്പമില്ല, കുറച്ച് മാറിക്കോളും. ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് താങ്ക്സ്. കൂടുതൽ കമ്പോസിഷൻ പ്രതീക്ഷിക്കുന്നു. ഇനി അല്ല, അടുത്ത എന്താ പരിപാടി, പുതിയ പരിപാടി? നമ്മൾ ഇപ്പം ന്യൂ ഏജ് ഭക്തി എന്ന് പറഞ്ഞിട്ട് കുറച്ചുകൂടി ട്രാക്സ് വരുന്നുണ്ട്. അടുത്ത റിലീസ് കാളി എന്ന് പറഞ്ഞ ട്രാക്കാണ്. കാളീനെ കുറിച്ചുള്ള ട്രാക്കാണ്. കാളിയെ ഞാൻ എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തത്, കാളി എൻ്റെ ജീവിതത്തിലേക്ക് എങ്ങനെയാണ് വന്നത്, കാളിയുള്ള എനർജി. ഞാൻ പറയുന്നത് നിങ്ങൾ കാണുന്ന ഫോട്ടോ അല്ല ഞാൻ പറയുന്നത്, കാളി എന്നുള്ള എനർജി. പക്ഷെ അത് ഹൈപ്പർ ആണെന്നല്ലേ പറയാറ്? കുറച്ച് കാളി എന്ന് പറഞ്ഞാല് ഡിസ്ട്രക്ഷൻ ആണ്. പക്ഷെ എന്തിന്റെ ഡിസ്ട്രക്ഷൻ ആണെന്നുള്ളതാണ്. കാളി എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ എന്താണോ ബിലോങ് ചെയ്യാത്തത്, നമ്മൾ അടുത്ത സ്റ്റെപ്പ് വയ്ക്കുന്നതിന് നമ്മൾ എന്താണോ നമ്മുടെ ഇവല്യൂഷനെ എന്താണോ തടസ്സപ്പെടുത്തുന്നത് അതിനെ നമ്മുടെ അടുത്ത് നിന്ന് വെട്ടി മാറ്റുക എന്നുള്ളതാണ് കാളീൻ്റെ പരിപാടി. അപ്പം പക്ഷെ എല്ലാവരും പറയുമ്പോൾ കാളി ഭയങ്കര അയ്യോ പേടി. അതെ, കാളി രക്തരൂപി എന്നുള്ളൊരു ഇതാണല്ലോ. കാളീൻ്റെ അരയിൽ കെട്ടിയിരിക്കുന്ന കൈകളുടെ പച്ചവരെ പെട്ടിയ കൈകളുടെ ഇതാണ്. കഴുത്തിൽ മറ്റേ മുണ്ടമാലയാണ്, ചാമുണ്ടി, മറ്റേ തലയോട്ടിയാണ്, വായിന്ന് ചോര വരുന്നത്. പക്ഷെ ഇതൊക്കെ ഒരു റെപ്രസെന്റേഷൻ ആണ്. ഈ സാധനം ഈഗോ ആണ്. തലയോട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈഗോ ചോപ്പ് ചെയ്ത് കയ്യിൽ പിടിച്ചിരിക്കുന്ന തലയാണ് പിടിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ ഈഗോ ചോപ്പ് ചെയ്തിട്ട്, നമുക്ക് വേണ്ടാത്ത ഈഗോ ചോപ്പ് ചെയ്തിട്ട് നമ്മളെ ജീവിതത്തിന്റെ അടുത്ത ക്രിയേഷനിലോട്ട് ഡിസ്ട്രക്ഷൻ ഉണ്ടായാലേ ക്രിയേഷൻ ഉണ്ടാവും. ഓൾറെഡി സാധനം വെച്ചപ്പോൾ ഇവിടെ ഒരു സാധനം വെച്ചിട്ട് എനിക്കിവിടെ വേറെ സാധനം വെക്കാൻ പറ്റില്ല, അതിത് മാറ്റണം, നല്ല പുതിയ സാധനം വെക്കാനുള്ള സ്ഥലം ഉണ്ടാവുള്ളൂ. ആ സ്ഥലം ക്രിയേറ്റ് ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് കാളി ചെയ്യുക. അപ്പോൾ ആ കാളി നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പം എപ്പോഴും ഈസി ആവണമെന്നില്ല. നമ്മൾ ഭയങ്കര നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും പുള്ളിക്കാരിയെടുത്ത് ദൂരെ കളയും. കാരണം ആക്ച്വലി നമുക്കത് വേണ്ടതായിരിക്കില്ല. വിച്ച് വിൽ അണ്ടർസ്റ്റാൻഡ് ലേറ്റർ. ആ കാളിനെ കുറിച്ച്, ആ എനർജീനെ കുറിച്ച്, കാളി ഞാനെങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തത്, കാളി എനിക്കെന്താണ് എന്നുള്ളതാണ് 2-3 ദിവസത്തിൽ
നമ്മൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. അതും കൂടെ കണ്ടിട്ട് ഞാൻ വീണ്ടും വിളിക്കാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.